അപ്പം നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ ചാമ്പയ്ക്കയും ഇരുമ്പൻ പുളിയും വിളവെടുപ്പിന് വേണ്ടിയിട്ട് വന്നിരിക്കുക. അപ്പം ഞാനൊരു മുറമായിട്ടൊക്കെ ഇതാ വന്നിരിക്കുന്നു. നമുക്ക് നോക്കാം, നിറയെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ കുറച്ച് പറിച്ചെടുത്ത് അച്ചാറൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. നോക്കാം. ഉറുമ്പുണ്ടോയെന്നറിയില്ല ഗൈസ്. ഉറുമ്പ് ഇത് കണ്ടോ? ഇത് കണ്ടോ? തൊട്ടാൽ മതി കൊലകൊലാന്ന്. ഈ തറയിൽ കിടക്കുമ്പോൾ ഒന്ന് കാണിച്ചു വിടും എല്ലാവർക്കും. തറയിൽ തന്നെ കിടപ്പുണ്ട് ഒരു ലോഡിന്. താഴെ പറമ്പിലെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ചാമ്പങ്ങ ഇത്രയും ഉണ്ടല്ലോ, നിങ്ങൾക്ക് അച്ചാറിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നു. ഉറുമ്പാണേ, എനിക്ക് അതും പേടിയുണ്ട് കേട്ടോ. ഉറുമ്പ് നിറയെ ഉറുമ്പുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ഉറുമ്പ് വന്നില്ലെങ്കിലേ ഉള്ള അതിശയം. അപ്പോൾ ഇതാ ഇത് കണ്ട ഇങ്ങനെ തൊട്ടാൽ മതി വന്ന് വീണോളും. ഏത് പറിക്കട്ടെന്നാണ് ഞാൻ ഇപ്പം വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്ത് പറയാൻ ഒരുപാടുണ്ട്. ഈ ഒരു ചെറിയൊരു കൊമ്പ് ഞാനൊന്ന് ഒടിച്ച് നോക്കട്ടെ, എന്നാലേ ഇത് ഞാൻ ഒരെണ്ണം ഒന്ന് കടിച്ച് നോക്കട്ടെ, രുചിയുണ്ടോ ഒന്ന്. അങ്ങ് മണ്ടയിലെല്ലാം നിപ്പുണ്ട്, പക്ഷെ അതെല്ലാം ഇവിടെ ഒരു തിട്ടയുണ്ട് കേട്ടോ. തിട്ടയിൽ കയറി നിന്ന് പറിക്കും. പാമ്പർ കിടക്കുന്ന ഒരുപാട് ഉയരത്തിലാണ് വലിയ ചാമ്പയ്ക്കകൾ നിൽക്കുന്നത് കേട്ടോ. അത് എനിക്ക് പറിക്കാൻ എൻ്റെ മാക്സിമം ഞാൻ പറിച്ചെടുത്തു. അത് കാണുമ്പോൾ എനിക്ക് എല്ലാം മുഴുവനും എനിക്ക് പറിച്ചെടുക്കാൻ തോന്നുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഉയരത്തിലാണ്. പറ്റാവുന്നിടത്തോളമൊക്കെ ഞാൻ പറിച്ചു. പക്ഷെ എനിക്ക് ഒരു കൊലയായിട്ട് ഒന്ന് പറിച്ചെടുക്കാൻ ഭയങ്കര ഒരു കൊതി. പക്ഷെ എന്ത് ചെയ്യാം, നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരെണ്ണമെങ്കിലും അങ്ങനെ പറിച്ചെടുക്കണമെന്നുണ്ട്. ഒഴിഞ്ഞു പോകുന്നുണ്ടോ? കൊലയായിട്ട് കിട്ടണില്ല. ഒരുപാട് ആഗ്രഹിച്ച് അമ്പയുടെ ഇലയൊക്കെ നോക്കട്ടെ, ഒരു കൊലയെങ്കിലും എനിക്ക് പറിച്ചെടുക്കും. അങ്ങനെ ഇരുമ്പും പുളിയും കൂടെ നമുക്ക് അടർത്താം. യാഷും കൂടെ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ കൊച്ചുമോൻ. ഇത്രയൊക്കെ ഉണ്ട് ഓരോന്ന്. കണ്ടാ, എൻ്റെ കൊച്ചുമോൻ എന്നെ സഹായിക്കുന്നുണ്ടോ? എല്ലായിടത്തും വീഴുമ്പോഴല്ലേ ഇത് നല്ലത് കിട്ടി. മക്കളതൊന്ന് പറിച്ചെടുക്കും അമ്മാമ. ഇത്രയുള്ളതൊക്കെ പാത്രം നിറയെ ഇരുമ്പൻ പുളി കിട്ടിയിട്ടുണ്ട്. ഭംഗിക്ക് ഞാൻ അതിൻ്റെ ഒരു ഇലയും ഒരു കതിർപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പയ്ക്കയുടെ ഇലയും കൂടെ ഞാൻ ഭംഗിക്ക്